അയ്യ, ഇത് നമ്മുടെ കോളം ബീച്ച് പോലെ ആയിപ്പോയില്ല കർത്താവേ. കോളത്ത് ഇഷ്ടോടെ തിരക്ക് കുറവുണ്ട്. ഇത് മൊത്തം കോളം ബീച്ചിനേക്കാളും കഷ്ടമായി. ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് എല്ലാം വന്ന് കേട്ടിട്ടുണ്ട്. ഒരു ബീച്ചിൽ പോകാനുള്ള സെറ്റപ്പില്ല. അപ്പോൾ ആയി നോക്കി അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ പഹലിൽ തട്ടുകട കയറി. നാടൻ മീൻസ് ഇതാണ് തട്ടുകട, നാടൻ തട്ടുകട റെസ്റ്റോറൻറ്റ്. ആലുവ സ്മൈൽസിയുടെ പുതിയൊരു വീട്ടിലേക്ക് സാധാ. അപ്പോഴേ നമ്മളത് മീൻ മേടിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു ബസ് വിളിച്ച് എല്ലാവരും കൂടെ മീൻ മേടിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മീൻ മേടിക്കണം. പിന്നെ ഇവിടെ എന്താ നോമ്പിൻ്റെ അവധിയാണ്, പെരുന്നാളിൻ്റെ അവധിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ്, വീട്ടിൽ ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ കൂടി പോവുകയാണ്. നമ്മുടെ ഡ്രൈവറുടെ ഇതാണ്. അപ്പുറത്തൊന്നും ഞാൻ എല്ലാവരെയും മെല്ലെ കാണിക്കാം. എൻ്റെ അമ്മ ഇത് അടുത്ത ഫാമിലി. മോനെ ഇവിടെ നോക്കടാ. ആക്റ്റീവല്ലല്ലോ. ഇത് നമ്മുടെ അടുത്ത് ചേച്ചി മോളെ ആണോ പാത്തോ ആയി പറഞ്ഞേ. ഇത് നമ്മുടെ ഓർഗനൈസറും ഖജാൻജിയുമായ നമ്മുടെ എല്ലാമായ സ്വന്തം രഞ്ജിത്ത് നേടം. എന്താ എന്നിട്ട് കൂടെ ഇത് നമ്മുടെ സ്വന്തം അഞ്ചുമ. ഇത് നമ്മുടെ സ്വന്തം ബൈക്ക്. കണ്ണാടി ഊരി വെക്കേണ്ടി വരും. ഷിബി ചേച്ചി നമ്മുടെ മോൻ, അത് നമ്മുടെ സ്വന്തം ആളാ. അടുത്ത കുട്ടി ഇത് നമ്മുടെ ഡീനൂസ് ബ്രോഗോ. ബിസി ചേച്ചി അടുത്തയാള്. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടികൾ, പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് വഴിയെ മുമ്പോട്ട് പോവാം. പാട്ട് പാടുന്നാരാ? വണ്ടിക്കകത്ത് പാട്ടിടാം. ആദ്യം ഒരു ക്രിസ്തീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി, ഭക്തിഗാനം ആലപിക്കുന്നതിന് നമ്മുടെ മനീഷ് ഭവൻ സ്വാഗതം ചെയ്തു. തുടങ്ങിയോ പാടുന്നില്ലേ? നിങ്ങൾക്ക് അവസരം തരും. റെഡി വേണ്ടത് എവിടെ എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടുത്തെ ഫസ്റ്റ് പാട്ട് ഭക്തിഗാനത്തോടുകൂടി നമ്മൾ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇനി 2 പേരോട് ഇനി ആരാ കയറാനുള്ളത്? റിൻസേച്ചി മാത്രമല്ലേ കയറാവുള്ളൂ അല്ലേ? ഇനി റിൻസേച്ചിയുടെ കയറാനുണ്ട്. അപ്പോൾ തുടങ്ങി പോകാം. ദിനേശ് ബ്രോ പുതിയ പാട്ടുകളിൽ ലിറിക്സ് ഒക്കെ തപ്പുമെന്ന് തോന്നുന്നു. തുടങ്ങിയോ? റെഡി 1 2 3. സത്യജീവമാർഗമാണ് ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുന്ന ഏകദൈവം, സത്യജീവമാർഗമാണ് ദൈവം. अरे ईशेर മൊത്തത്തിലൊരു ഇതുണ്ട്. भैया आपका नाम क्या है भैया? जान. हाँ जान. जान ജോൺ അല്ല ജാൻ. ഓക്കെ. അടിക്കണം. നമ്മുടെ ഖജാൻജിയും സംഘാടക പ്രവർത്തകരും. ഞാൻ അറിയാത്ത ഖജാൻജി അല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോവാം അല്ലേ? ഞാൻ പോയാലുണ്ടായിരുന്നോ?
നമ്മളിപ്പോൾ പ്ലേസ് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെറിയൊരു മാളിൽ പോയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ ഭയങ്കര വെയിലാണ്. വെയിലിന് പണി കിട്ടും.
പറയൂ, പറഞ്ഞോ കാര്യങ്ങൾ. ഇതാണ് ഓൾഡ് അൽക്കൂത്ത്. പണ്ടത്തെ അൽക്കൂത്ത് ഇതായിരുന്നു. ഇതിപ്പം ന്യൂലി റിന്യൂവേഷൻ. ഓക്കെ. അപ്പോൾ നമ്മളിത് ബീച്ചിലോട്ട് എത്തിരിക്കുകയാണ്. അത് ഉറങ്ങി തൂങ്ങിയിരുന്ന ഒരാൾ ചാടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉറക്കമെല്ലാം മാറി. ഇതേ പോണേ നമ്മൾ. അയ്യോ, അയ്യ, ഇത് നമ്മുടെ കോളം ബീച്ച് പോലെ പോയില്ല കർത്താവേ. കോളത്ത് ഇച്ചിരോടെ തിരക്ക് കുറവുണ്ട്. ഇത് മൊത്തം കോളം ബീച്ചിനേക്കാളും കഷ്ടമായി. ഇപ്പോൾ എറണാകുളമായതുകൊണ്ട് എല്ലാം വന്നായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫുൾ ആൾക്കാരാണ്. ഞങ്ങളെല്ലാം ബീച്ച് ചാടാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ പണിപാളി, അടാറ് പണി കിട്ടി. പക്ഷെ എന്നാലും നമ്മൾ ബീച്ചിൽ ചാടും, ബീച്ചിലിറങ്ങും, കുളിക്കും, പോരും. അപ്പോൾ നമ്മൾ ബീച്ചിൽ ഇറങ്ങി പൊളിക്കാൻ വേണ്ടി പോവാണ്. പൊളിച്ചെടുക്കണം. ഒരു രക്ഷയില്ല. ഭയങ്കര ആൾക്കാരാണ്, റഷാണ് ഇവിടെ. അതേ ഇവിടെ കുറച്ച് പേര് താണ്ട് ഇവിടെ ഉണ്ട്. അതെ, പിള്ളേരുണ്ട് അവിടെ. എടാ ചെവിക്കാത്ത സാധനം, ചെവിക്കാത്ത എടാ റോബിൻ ചെവിയില് റോബിൻ ചെവിക്കാത്ത എടാ ചെവിക്കാത്ത ഹെഡ്സെറ്റ് എടാ ചെവിക്കാത്ത ഹെഡ്സെറ്റ് കൊടുത്തോണ്ട് പേഴ്സില്ലേ പറയില്ലേ? പേഴ്സുണ്ടോ? ഇതാണ് ആദ്യം ഇറങ്ങണില്ല എന്ന് പറയാ ആള്. അതാണ് എവിടെ പോവാ? പിള്ളേർ നോക്കണേ. അവരങ്ങ് പോയോ? പുള്ളി അങ്ങോട്ട് പോകട്ടോ. നോക്കാനില്ലേ? ഇത് നോക്കാൻ രണ്ട് പിള്ളേരെ.
പിള്ളേർ നോക്കാൻ ആളില്ല. നല്ല സുഖമാട്ടോ ഇവിടെ, വലിയ തണുപ്പൊന്നുമില്ല. ആണ് എൻ്റെ കൂട്ട് നടക്കുന്നുണ്ട്. വേണ്ടേ പിടിയില്ലാത്ത വീശി കിടങ്ങാൻ താല്പര്യമില്ലാത്ത രണ്ടുപേരും വേണ്ട. ഒരാൾ ഷിബി, മറ്റേ ചേച്ചി. രണ്ടുപേരും കൂടെ അച്ഛൻ കഴിയുമ്പോൾ കാണാമല്ലേ? ഓക്കെ ഓക്കെ, വി ആർ വെയിറ്റിംഗ്. ഡ്രസ്സൊക്കെ മാറി ഒരാൾ വരുന്നു. ഡ്രസ്സൊക്കെ മാറി മലയാളിയാണോ? അതെ, എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം വിശന്ന് കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം വന്നിരിക്കുന്നു. എന്നാ അതല്ലേ അല്ല, അടുത്ത ആള് മൊബൈലൊക്കെ ആയിട്ട് തുടങ്ങുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതെ, ഫോട്ടോ എടുക്കുന്നു. എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. പാൻ്റൊക്കെ മാറി സെറ്റായിട്ട് കുളിച്ച് റെഡി ആയിട്ട് വെക്കുന്നു. അതെ, ഇരിക്കുന്നു. ഒച്ച കൊടുക്കുന്നേ, ഒച്ച കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഏകദേശം പരിപാടി എല്ലാം തീർന്നു. ഫുഡ് കഴിക്കണം. മീൻ മേടിക്കാൻ പരിപാടി ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. കാരണം സമയത്ത് ഒത്തിരിയായി. സമയം 8:15. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നാളെയോ നാളത്തേക്ക് പിന്നെ കാറയിൽ നമുക്ക് വരാം. ഫാമിലി മാത്രമായിട്ട് വന്ന് മീൻ മേടിച്ചിട്ട് പോകാം. കാരണം ഇനി വണ്ടിയിൽ ഞാൻ മീനെ കഴിച്ചാൽ കഴിക്കുന്നത് ഭയങ്കര സ്മെല്ലാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളിന്ന് നാളെ വന്നിട്ട് മീൻ മേടിക്കാൻ പോകും. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇപ്പോൾ വണ്ടിയിൽ കയറി ഫുഡ് കഴിക്കാൻ പോലെ പാ വണ്ടി എടുത്തോ. വാ